മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. ഗംഭീര കരോളായിരുന്നല്ലേ? സത്യം സത്യം പറയാതിരിക്കും. അയ്യോ, ശിവമണിയുടെ ഋതം കെട്ടണോടെ, ശിവമണിയുടെ ഋതം. അതിന് വെല്ലുന്ന സാധനമാ ചുമ. വരുന്നു. അതൊന്നുമല്ല, രാത്രിയിലുണ്ടല്ല ഈ സ്കൂളിൽ പൂട്ടമണി അടിക്കല്ലേ, അതുപോലെ ഒരു സാധനം അടിക്കും. എന്നെ പിന്നെ കളിയാക്കൊന്നും വേണ്ട. ഈ ചുമയെന്ന് പറഞ്ഞത് ഇത് ദാനം കിട്ടിയ ചുമയാ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് എന്റെ നെഞ്ചാങ്കോട് കൂട്ട് ഈ ഇട്ടിരിക്കുന്ന ഷൂട്ടുണ്ടല്ലോ, ഷൂസ് അതിട്ട് ചവിട്ടിയതാ. അത് തുടങ്ങിയ ചുമയാ കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നല്ല കാലത്ത് പെണ്ണുങ്ങളൊക്കെ പിടിച്ചാൽ ചവിട്ടി കൂട്ടിയതാ പോലീസ്. വാതിലൊക്കെ പിടിച്ചിട്ട് കന്നൽ പറയാം സ്വാതന്ത്ര്യ സമരത്തിൽ. ഒരു കാര്യം പറയാം, നക്ഷത്രം ഞങ്ങൾ കെട്ടിക്കോളാം, പാപ്പം വലിഞ്ഞു കയറണ്ടേ. വയസ്സുകാലത്ത് അപ്പാപ്പൻ അതിന്റെ പൊക്കത്ത് കയറണം, നക്ഷത്രം ഞങ്ങൾ കെട്ടിക്കോളാം. ശരീരം മാത്രമേ പ്രായമുള്ളൂ, മനസ്സിൽ വേണ്ടത് ഞങ്ങൾ കെട്ടിക്കോളാം. ഞാൻ പറയണ കേൾക്കോണ്ട് പാപ്പ നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് നിന്റെ അമ്മാവനായിരുന്നു ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നമ്മൾ കേട്ടത്തില്ല. പിന്നെ ക്രിസ്മസ് ആയിട്ട് പിന്നെ ടെൻഷൻ ഉണ്ടോ? പെൻഷനും ഒന്നുമില്ല. അപ്പൊ വീണ് ചാവട്ടടാ. ഇങ്ങനെ കുഴിയിൽ ഒരുപിടി മണ്ണ് എനിക്ക് വാരിയണം. കേറി കെട്ടിക്കോ. ഹലോ ഹലോ, എവിടെയാ? ഞാൻ വീട്ടില്. വീട്ടിലാ? വരുന്നില്ലേ? കൂട്ടാൻ നീ എന്നാ ചോറിനോണ്ടിരിക്കണോ? അതെ, ഇന്ന് കൂട്ടിക്കൊണ്ട് പോയില്ല, ഞാൻ ഇവിടെ കിടന്ന് ചാവും, ഉറപ്പാ. എടി എന്ന് പറഞ്ഞ ഇത് എങ്ങനെ വരുമെന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട്. എന്താണ് ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് പപ്പയുടെ വേഷത്തിൽ വന്നാ മതി. എടി ക്രിസ്മസ് പപ്പയുടെ വേഷത്തിൽ വന്നാൽ എല്ലാരും കണ്ടുപിടിക്കൂലായിരിക്കും അല്ലേ? കണ്ടുപിടിക്കത്തില്ല. 9 മണിക്ക് പറഞ്ഞേ. രാത്രി 9 മണി. രാത്രി 9 മണി ക്രിസ്മസ് പപ്പയുടെ വേഷത്തിൽ. ഓക്കെ, നീ റെഡി ആയിട്ടിരിക്കണം കേട്ടാ. ഓക്കെ. അത് ശരി. അപ്പൊ ഒളിച്ചോടി പോകാനുള്ള പരിപാടിയാണ്. എന്തോ പഴയ സാധനം വീടിരിക്കുന്നു, ഒച്ച കേട്ടപ്പോ തോന്നി. പഴയ സാധനം തന്നെ. നോക്ക്. വെള്ളം വേണ്ട, സോഡ മതി. ഇവിടെ അയ്യോ മൂക്ക് പരന്നു പോയില്ല, ചൈനക്കാരുടെ പോലെ. അയ്യോ എന്തെങ്കിലും പറ്റിയ പാപ്പ? എന്താ അല്ല, അങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന്. നീ വന്നേ. എന്നാന്ന് ആവശ്യമില്ലാതെ. അതായത് നീ ഇവിടെ നിൽക്ക്. അതായത് പാപ്പനിപ്പൊ കല്യാണം കഴിക്കണമെന്നല്ലേ പറയുന്നത്? പാപ്പനിപ്പൊ 70 വയസ്സായി. നമ്മൾ ആലോചിച്ച പെണ്ണ് കെട്ടാൻ പാടാ. റിസ്ക്. നമുക്ക് മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുക്കാം. ഉണ്ടോ നീ ഇവിടെ കിടന്ന് ഇഴയും. ചേട്ടാ, ഇന്ന് ക്രിസ്മസ് പപ്പാട് വേഷത്തിൽ 9 മണിക്ക് ഈ വീട്ടിൽ വന്നാ മതി. ഞാൻ ലൊക്കേഷനും കൂടെ അയച്ചേക്കാം. വേഗം പറഞ്ഞേ, എന്നെ കൂട്ടണേ. സ്വർണ്ണ പണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടേ. എത്ര മുട്ടിക്കണം കൊട്ടായി. ഞാൻ
നമ്മളിവിടെ ക്രിസ്മസ് കരോൾ കഴിച്ച് പൈസ മേടിക്കാൻ വന്നതല്ല. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ വന്നതാണ്. മനസ്സിലായ? അപ്പൊ ആംബിയൻസ് മാത്രം മതി, ഒച്ചമ്പേളൊന്നും വേണം. മനസ്സിലായ? പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുവാദം നൽകുന്നുണ്ട്. ഇതിപ്പോഴാണ്ടാ പറയുന്നത്? ഇപ്പോഴല്ലെന്ന്. അതായത് ഞാൻ ഈ ക്രിസ്മസ് പപ്പയുടെ വേഷം ഞാൻ അല്ലെന്നുള്ളത് ഇവര് കൈയോടെ പിടിച്ചാൽ അപ്പൊ മാത്രം നീ പറഞ്ഞാൽ മതി. അതിനാണ് ഇതൊക്കെ വാടകയ്ക്ക് എടുത്ത് തന്നേക്കുന്നത്. മനസ്സിലായ? അപ്പൊ അങ്ങനെയാണെ നീ വന്ന് ഈ ഡയലോഗ് പറയണം. അത് എങ്ങനെയാന്ന് പറ. ചെറുക്കനും പെണ്ണും പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാനുള്ള ഇത് അനുവദിക്കുന്നുണ്ട് ദൈവമല്ല നിയമം. അത് വയ്ക്കുന്നത് ഈ സാധനം അത് പിടിക്കുവാണേ വന്നു. എന്താണ് സ്ക്രിപ്റ്റ്? ഈ ഉണ്ണിക്കാ ഡയലോഗിന് സ്ക്രിപ്റ്റ് മേടിക്കുന്നു. ഈ സംഭവം കറക്റ്റ് ആണ്. നീ ടൈമിങ് തെറ്റിക്കാൻ വന്നാ മതി. ഇതെന്നാറിയോ, ഞാൻ ടെൻഷൻ അടിക്കാറുണ്ട്. അയ്യോ എനിക്ക് ടെൻഷനാവേ, എനിക്ക് ടെൻഷനാവും. ഒരെണ്ണം അടിച്ചിട്ടേ ഈ ഒറ്റയ്ക്ക് അടിച്ച് തീർക്കുന്നുള്ള ടെൻഷൻ ആവുന്നു. ഇത് ആവശ്യം പോലെ ഞാൻ മേടിച്ചു തരാം. കഴിഞ്ഞു നീ അപ്പൊ ടൈമിങ്ങിന് വരണം. എന്നെ പിടിച്ചാൽ മാത്രം ടൈമിങ്ങിന് വന്നാ പോരെ. ഇവിടെ വിഷുവിനെ മാത്രം വന്നാൽ ടൈമിങ്ങിന് വന്നാൽ മതി. പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും സമൂഹത്ത് ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. അത്ര വേറെ ആംബിയൻസ് മാത്രം മതി, ആവശ്യമില്ല അവിടെ ഇട്ട് അടിക്കരുത്. ഇനി അടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒറ്റമ്പേളം ഉണ്ടാക്കാതെ പടപട അടിച്ചു. പിന്നെ ഒരു കാര്യം, അടുക്കള വശം മതി ഞാൻ പോകും. അപ്പൊ നിങ്ങൾ എന്നെ പുറകെ വന്നു. അപ്പോഴും ഞാനും ഇവനും കൂടെ. പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. അല്ല അത് ഓക്കെ. ഇതെന്താണ് പറഞ്ഞ മനസ്സിലായാവല്ലോ. അതുവഴി അടുക്കള വഴി പോകും. അപ്പൊ ഞാൻ ഇവരോട് എന്താണ് നിന്റെ ഉദ്ദേശം? പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും അത് ഓക്കെ ഒരുമിച്ച് താമസിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്? റിപ്പീറ്റ് മൈക്ക്. അടുക്കൽ ഇത് കഴിഞ്ഞാൽ മേടിച്ചേരാം. ടൈമിങ്ങിനെ വരാം. വിഷയം ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും അനുമതി നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ടോ? എന്തോ ഇവിടുത്തെ പെണ്ണിനെയാണോ നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോണത്? ഇവിടുത്തെ പെണ്ണിനല്ല, ഇവിടുത്തെ പണിക്കാരിനെയാണ് അടിച്ചു മാറ്റിക്കൊണ്ട്. നാണാവൂലടെ പണിക്കാരനെ അടിച്ചു മാറ്റിക്കൊണ്ട്. പണിക്കാരി എന്ന് പറഞ്ഞാൽ പണിക്കാരിയായിട്ട് തോന്നില്ല, ഇവിടുത്തെ മൂത്ത മോളായിട്ട് തോന്നുള്ളൂ. സുന്ദരിയാ. അത് തന്നെയല്ല, ഈ വീട്ടിലെ പണവും പുറവും എല്ലാം കൂടെ കൂടി അപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ടാ വരുന്നത്. അപ്പൊ എന്റെ പെങ്ങള് രക്ഷപ്പെട്ട് അങ്ങനെ എന്റെ പെങ്ങളുടെ പുറം വെള്ളൊലിപ്പിച്ചെടുക്കാൻ എത്തുന്നതാണ്. നീ അതൊക്കെ ഓർത്ത് എന്നെ ഒറ്റ കൊടുക്കരുത്. നീ ഒരു കാര്യം ചെയ്യണം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു സിഗ്നൽ ഇടണം. ആയിക്കോട്ടെ, അവിടെ ഉണ്ടോ? ശരി. മിസ്റ്റർ, പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട്. ടൈമിംഗ് കൃത്യമല്ലേ? ഇതാര്? അല്ല ഈ പെണ്ണേതാ? എടാ എവിടെ പോയി കിടക്കുന്ന സമയവും പോണെങ്കിൽ പുല്ലൊക്കെ വഞ്ചന പോലെ. ചേട്ടൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് പിടിച്ച് അപ്പാപ്പ മരത്തേന്ന് വീണപ്പോ ചാടിപ്പോയി ഒരു സ്വർണ്ണപ്പല്ല് കെട്ടിട്ടുണ്ട്. ഇതാരിത് ഈ ബാഗിൽ എന്തൊരു കട്ടോന്ന്? ഇവിടെ എന്ത് നടക്കുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ലെന്ന്. ഹലോ മിസ്റ്റർ, പ്രായപൂർത്തിയായ ആണും പെണ്ണും എവിടെ വേണമെങ്കിലും താമസിക്കാൻ അനുമതി നൽകുന്നുണ്ട്. അടിക്കേണ്ട കാരണം ഞാൻ പൊളിക്കും. ഇപ്പോഴല്ലടാ പോടാ. എന്തൊരു കഷ്ടം. അവള് വന്ന വന്ന് ഒരു ബാഗ് കൊണ്ട് തന്നെ. അവളെ സ്വർണ്ണം ഉണ്ടാക്കിട്ട് മുങ്ങാള പരിപാടിയാണത്. ഇല്ലടാ അതല്ലടേ, ഞാൻ ഉദ്ദേശിച്ച പെണ്ണല്ലേ വേറെ പെണ്ണ്. അല്ല അതിരിക്കട്ടെ, നീ ഏത്? ഒരു വായിലുണ്ട്, ഒരു വായിൽ കിടന്നപ്പോ ഞാൻ ആരാന്നാ? നന്ദിയില്ലാത്തോടെ ഞാൻ ആരാണെന്നാ? അയ്യോ സുഹൃത്തെ, സത്യോട് നിന്നെ സംസാരിക്കരുത്, എന്നോട് സംസാരിക്കരുത്. എനിക്ക് വിഷമമുണ്ടാ. നമ്മൾ ഒരുമിച്ച് എനിക്ക് വിഷമമുണ്ട്. വേറെ കുറെ കേസ് നീ എന്നോട് സംസാരിക്കില്ലേ? എനിക്ക് വിഷമമുണ്ടാ. എത്ര കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചാൽ അതിന്റെ കൂട്ടുകാരല്ലേ ഞാൻ? നീ ഒരു മനസ്സിലാക്കിയിട്ടാ എനിക്ക് സങ്കടോട്.
ഞാനൊന്ന് കരഞ്ഞപ്പോൾ ഇപ്പഴോ ഞാനൊന്ന് കരഞ്ഞപ്പോഴേക്കും സങ്കടം മൂത്ത് നീ ഇപ്പഴോ നീ കരഞ്ഞു എന്നിട്ട് എന്തിനാ കരഞ്ഞു? നീയല്ലേ ഇപ്പൊ പറഞ്ഞേ എന്നു എന്നറിയില്ലെന്ന്. ഞാൻ നിന്റെ കൂട്ടെനിക്ക് വേണ്ട. ഇത് എന്തൊക്കെയാണ് ഈ വന്നു പോണോ? എനിക്കറിയത്തില്ല ഇത്. ഇവളിത് എവിടെ പോയി കിടക്കണോ? പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ച് താമസിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ടൈമിംഗ് കൃത്യമാണോ? കണ്ണാടി 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 ആ കണ്ണാടി പെട്ടെന്ന് കണ്ണാടി ഇവളിത് എവിടെ പോണം? എടാ അവള് വന്നില്ല. എടാ നീ എവിടെയാ? എവിടെ പോയെന്ന് അറിയാൻ വയ്യ. മഞ്ചറിയിട്ട് ആദ്യം കേട്ടാനായിട്ട്. ഇതേത് ബാഗ്? ഇതൊരു ബാഗ്. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ബാഗല്ലേ? എടീ നീ എന്റെ ബാഗ് തന്നില്ല. അപ്പൊ ഇതേത് ബാഗ്? എടാ ഇത് വേറെ പെണ്ണുകൊണ്ട് തന്ന ബാഗ്. വേറെ പെണ്ണാ? അപ്പൊ നിങ്ങൾ എന്നെ കൂട്ടാൻ വന്നതല്ലേ? നിന്നെ കൂട്ടാൻ വന്നത്? അപ്പൊ ഈ ബാഗ് ആര് കൊണ്ടുവന്നേ? എനിക്ക് അറിഞ്ഞോളാം ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എനിക്ക് പ്രായപൂർത്തിയൊരാണും പെണ്ണും സമൂഹത്തിൽ ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. നീ ആയിട്ട് ഇറങ്ങി പോണാ നിന്നെ അവിടെ ഇറങ്ങി വിടാം. ഇവിടെ എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ എന്തൊക്കെ നടക്കുന്ന. ചേട്ടാ സ്വർണ്ണപ്പല്ലി കിട്ടി വാ പോകാം. ഇനി ഇവിടെ നിൽക്കട്ടെ പോ. പെങ്ങളെ അതല്ല. പെങ്ങളാ? ഞാൻ കാമുകയാ. അല്ല അത് വേറെ വിഷയം മാറിപ്പോയതാണ്. എന്ത് വിഷയം? അതൊന്നും പറയാനുള്ള കണ്ടീഷൻ അല്ല. അത് മാറിപ്പോയത്. ചേട്ടാ ഇതെന്തൊക്കെ ഈ പറയുന്ന വെളിവിട്ട് പോയോ? ഇത് അങ്ങനെ അല്ലെന്നത്. എന്താ ഇത്? വാ. എന്നാലും അറിയാൻ പാടില്ലേ ക്രിസ്മസ് അപ്പ അതെന്തറിയോ? ഞാനൊരു അനാഥനാണ്. ഒറ്റപ്പെട്ട ജീവിതമാണ്. അതുകൊണ്ടാണ്. അവനൊരു അനാഥനാണോ? അതെ. നീ അവനൊരു അനാഥനാണ്, ഒറ്റപ്പെട്ട ജീവിതം എന്നാണ് പറയുന്നത്. അതെ. നമുക്ക് 3 പേർ കൂടെ അവനൊരു ജീവിതം കൊടുത്താലോ? മകളെ കെട്ടിച്ചോളൂ. സത്യം പറയാലോ ഞാനും ഇയാള് തമ്മിൽ സ്നേഹത്തിലാ. എന്നെ വിളിച്ചോണ്ട് പോവാൻ വന്നതാ. എനിക്കറിഞ്ഞൂടാ. ഇവന്റെ സിനിമ ഒന്ന് കാണണം. ഇതാള്. അപ്പൊ നിങ്ങൾ എന്നെ കൂട്ടാൻ വന്നല്ലേ? നിന്നെ കൂട്ടാൻ വന്നതാണ്. പക്ഷെ ഇതാ എവിടുന്നോ വന്ന് കയറി. എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ചേട്ടൻ ഇത്ര പൊക്കം മണ്ണോ ഇല്ല. എനിക്ക് എത്രയും പൊക്കം മണ്ണോ ഇല്ല. അതുകൊണ്ടാണല്ലോ നീ പൊക്കോളം കിട്ടി ഇപ്പൊ അവന്റെ കൂടെ പോയത്. യോ ദൈവത്തിനാണ് ചേട്ടൻ അല്ലാതെ ഞാൻ വേറെ ആരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടില്ല. പിന്നെ ഇവനാരാ? പിന്നെ അല്ല അത് ഞാൻ വേറെ ആളെ വിളിക്കാൻ വന്നതാണ്. അപ്പൊ ഞാനോന്ന് അയ്യോ നീ എനിക്ക് എവിടെ? എനിക്കറിയത്തില്ല. ഞാൻ ചേട്ടന് മാത്രം വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുള്ളൂ. നീ ആ മെസ്സേജ് ഒന്ന് കാണിച്ചു. ഇന്നാ നോക്ക് കേക്ക്. ആണ്ടെ ഇവിടെ മെസ്സേജ് ഇട്ടേക്കണേ. എനിക്കാന്നും പറഞ്ഞിട്ടേക്കണേ. എവിടെയാണെന്നറിയോ? പഞ്ചായത്ത് ഗ്രൂപ്പിലാ. എന്റെ ദൈവമേ, ഈ പഞ്ചായത്തിലുള്ള എല്ലാ പാപ്പാമാരും ഇന്നിവിടെ എത്തും. എന്റെ ഉറപ്പാ. ഒരു മെസ്സേജ് ഇപ്പൊ എത്ര പേര് വന്ന് ഇപ്പൊ ഞാനെന്ത് ചെയ്യും? ഇനിയിപ്പോ എന്നാ ചെയ്യൂ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും സമൂഹത്തിൽ ജീവിക്കാൻ ഇവിടെ അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പൊ ടൈമിംഗ് കൃത്യമാണോ? ഇപ്പോഴാണ് ടൈമിംഗ് കറക്റ്റ് ആയത്.